കേന്ദ്രമന്ത്രിയുടെ കൊച്ചുമകൾ വെടിയേറ്റു മരിച്ചു. ഇന്ന് പുലർച്ചെ വെടിയൊച്ചയോടെയാണ് ബീഹാർ ഉണർന്നത്. ഭർത്താവാണ് നാടൻ തോക്കിൽ നിറയൊഴിച്ച് കൊല ചെയ്തത്. വ്യത്യസ്ത ജാതിക്കാരായ ഇവർ വിവാഹിതരായിട്ട് 14 വർഷമായിട്ടുണ്ട്. രാത്രിയിൽ നടന്ന വാക്ക് തർക്കം പുലർച്ചെ വരെ നീണ്ടപ്പോൾ കേന്ദ്രമന്ത്രിയായ ജിതിൻ റാമിന്റെ കൊച്ചുമകൾ വെടിയുണ്ട തുളച്ചു കയറി രക്തം വാർന്ന് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ബീഹാറിലെ ഗയയിൽ നിന്നുള്ള എംപിയും മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രിയുമാണ് ജിതിൻ റാം മാഞ്ചി. കൊച്ചുമകളായ സുഷമ ദേവി ഭർത്താവിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ബീഹാറിലെ ഗയയിലെ വീട്ടിലാണ്. കൊലപാതകത്തിന് പിന്നാലെ ഭർത്താവ് രമേശ് വീട്ടിൽ നിന്നും കടന്നു കളയുകയും ചെയ്തു. ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടും പോലീസിന് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. കൃത്യം നടക്കുമ്പോൾ അവരുടെ മക്കളും സഹോദരി പൂനം കുമാരിയും വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പൂനം കുമാരി ഓടിയെത്തിയപ്പോൾ രക്തം വാർന്നു കിടക്കുന്ന സുഷമയാണ് കണ്ടത്. വീട്ടിൽ വെച്ച് തന്നെ അവർ മരിച്ചു എന്നാണ് പൂനം പോലീസിനോട് പറയുന്നത്. രമേശിനെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നും ഗയ സീനിയർ പോലീസ് സൂപ്രണ്ട് ആനന്ദ് കുമാർ വ്യക്തമാക്കുന്നു. വെടിയൊച്ച കേട്ട് പ്രദേശവാസികളും വീട്ടിലേക്ക് ഓടിയെത്തി. സംഭവത്തെക്കുറിച്ച് ഇതുവരെ കേന്ദ്രമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ബീഹാറിലെ ഭരണകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ NDAയുടെ സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. ബീഹാർ മഹാദളിത് വികാസ് മിഷന്റെ കീഴിൽ വികസന സംരംഭങ്ങൾക്കായി സംസ്ഥാന സർക്കാരിനും ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന വികാസ് മാത്രമായിരുന്നു കൊല്ലപ്പെട്ട സുഷമ. രമേശ് പാട്നയിൽ ട്രക്ക് ഡ്രൈവറായാണ് ജോലി ചെയ്തിരുന്നത്.